നിങ്ങളെ നാം മനസ്സിലാക്കണം. രോഗം, ദാരിദ്ര്യം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ക്ഷമ കൈക്കൊള്ളാനുള്ളൊരു മനസ്സ് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ക്ഷമ നമ്മൾ കൈക്കൊള്ളണം പ്രിയപ്പെട്ടവർ. അത് നമ്മുടെ ജീവിതത്തിൽ നാം തനിയെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്നങ്ങനെയല്ലല്ലോ. കേവലം ഇന്നൊരു ചെറിയൊരു ജലദോഷം വന്നാൽ, പനി വന്നു കഴിഞ്ഞാൽ, ഒരു ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്താണ്? അള്ളാനെ പഴി പറയുന്നവരാണ്, അള്ളാനെ കുറ്റം പറയുന്നവരാണ്. ചില ആളുകളൊക്കെ ഉണ്ട് എങ്ങനെ, എത്രയൊക്കെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തിട്ടും അള്ളാഹു എന്നെ എന്തിനാണ് ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കുന്നത്? ഈ ജീവിതം അങ്ങോട്ടൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എത്രയോ സമാധാനമായി എന്നെ എന്ന് പറയുന്ന ചില ഉമ്മമാരുണ്ട്, ചില സ്ത്രീകളുണ്ട്, ചില ആളുകളുമുണ്ട്. എന്തിനാണോ ഇങ്ങനത്തെ ഒരു ജീവിതം കിട്ടിയത്? ഇങ്ങനത്തെ ജീവിതം കിട്ടിയിട്ട് എനിക്ക് എന്റെ ജീവിതം ആകപ്പാടെ തൊലഞ്ഞിരിക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ എന്ന് ചില പരീക്ഷണങ്ങൾ വരുമ്പോൾ ചില ആളുകൾ പറയും. അത് അള്ളാനെ പഴി പറയുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്നത് എന്തിനാണ്? അത് അവനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത്. നാം ഒന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. എങ്ങനെയാണെന്നറിയുമോ? നമ്മുടെ മക്കളോട് നമ്മൾ എന്താണ്? ദേഷ്യപ്പെടും, സങ്കടങ്ങൾ കാരണം സങ്കടങ്ങൾ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യും, അല്ലേ? ആ സങ്കടങ്ങളും ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ മക്കളോട് നമ്മൾ എന്താണ്? ദേഷ്യം കാണിക്കും, അതൊക്കെ കാണിക്കും. പക്ഷെ അവരുടെ ബുദ്ധിയിൽ എന്താണ്? അവർക്കതൊരു എന്താണ്? ഒരു കൊട്ടിക്കോഷിയാണ്, അതായത് ഒരു ക്രോഷിക്കലാണ്. പക്ഷേ അവിടെ എന്താണ്? നിങ്ങൾക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മക്കളെ നിങ്ങളെ വേദനിപ്പിക്കുന്നത്, അങ്ങനെ വഴക്ക് പറയുന്നതല്ല. കാരണം എന്ത്? സ്നേഹമുള്ളത് കൊണ്ടാണ് നിങ്ങൾ അവരോട് വഴക്ക് പറയുന്നതും കാര്യങ്ങളും ഒക്കെ അവരെ നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ഉള്ളടോ. അള്ളാഹുവിന് നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിന്റെ ഭാഗത്തിൽ നിന്നുള്ള ന്യൂനതകള്, പാപങ്ങള്, അതൊന്നും നീ പരിഹരിക്കാതെ നീ പിന്നെ മുന്നോട്ട് പോകുമ്പോ അള്ളാഹ് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ഇട്ടു തരും. എന്തിനാണെന്നറിയുമോ? നിന്നെ പഴയ രീതിയിലേക്കൊന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടി, അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി. മനസ്സിലായോ? നിന്നെ എന്താണ്? അള്ളാഹുവിലേക്ക് കൂടുതലായി ഒന്ന് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നിന്നെ അങ്ങോട്ട് അള്ളാഹു പരീക്ഷിക്കും. ആ പരീക്ഷണത്തിലൂടെ നിനക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും. ഒരാൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയണമെങ്കിൽ അതില് ഒരു വഴിയാണ് പരീക്ഷണങ്ങൾ വരുന്ന സന്ദർഭം. ആ സന്ദർഭത്തിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും. അങ്ങനെ കഴിയണം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം.